കേരള ഉറുദു ടീച്ചേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളന പ്രമേയം. കേരള ഉറുദു ടീച്ചേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനം ഫെബ്രുവരി 23, 24, 25 തീയതികളിൽ കോഴിക്കോട് വെച്ച് വിപുലമായ പരിപാടികളോടെ അവസാനിച്ച വിവരം എല്ലാവരെയും അറിയിക്കുന്നു. സമ്മേളനം വിജയിപ്പിക്കാൻ സഹകരിച്ച മാധ്യമപ്രവർത്തകർ, ഭാഷാപ്രേമികൾ, ജനപ്രതിനിധികൾ തുടങ്ങി എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു. 3 ദിവസങ്ങളിലായി നടന്ന വിവിധ സെഷനുകളിൽ പൊതുവിദ്യാഭ്യാസ രംഗത്ത് ഇപ്പോൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന നൂതന പരിഷ്കാരങ്ങളെ സംബന്ധിച്ച് ചർച്ച ചെയ്യപ്പെടുകയും താഴെ പറയുന്ന കാര്യങ്ങൾ സർക്കാരിൻ്റെയും വിദ്യാഭ്യാസ വകുപ്പിൻ്റെയും അടിയന്തര ശ്രദ്ധ ഉണ്ടാവണമെന്ന് ഈ പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. 1. ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ 4 ഭാഷാ പഠന സൗകര്യം പുനഃസ്ഥാപിക്കുക. 2. ഭാഷാധ്യാപകരുടെ പാർട്ട് ടൈം സർവീസ് എല്ലാവിധ സർവീസ് ആനുകൂല്യങ്ങൾക്കും പരിഗണിക്കുക. 3. ഭാഷാധ്യാപകരുടെ ഹെഡ്മാസ്റ്റർ പ്രൊമോഷൻ നൽകാനുള്ള നടപടി ത്വരിതപ്പെടുത്തുക. അടുത്തത്, ഭാഷാ പ്രചരണത്തിന് വിവിധ ഏജൻസികളിൽ നിന്നും സഹായം ലഭ്യമാക്കുന്നതിന് മറ്റ് സംസ്ഥാനങ്ങളിലേതുപോലെ കേരളത്തിലും ഉറുദു അക്കാദമിയും ദക്ഷിണേന്ത്യയിൽ സംസ്ഥാനങ്ങൾക്ക് വേണ്ടി NCPUL നാഷണൽ കൗൺസിൽ ഫോർ പ്രൊമോഷൻ ഓഫ് ഉറുദു ലാംഗ്വേജ് അതിൻ്റെ ശാഖയും സ്ഥാപിക്കുക. ഇത്രയും 4 പ്രമേയങ്ങളാണ് നാം ഇവിടെ അവതരിപ്പിച്ചിട്ടുള്ളത്, അംഗീകാരം നേടിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ കേരള ഉറുദു ടീച്ചേഴ്സ് അസോസിയേഷൻ ഈ സംസ്ഥാന സമ്മേളനത്തിൽ തെരഞ്ഞെടുക്കപ്പെട്ട ഭാരവാഹികളുടെ പേരുവിവരം ഇവിടെ അറിയിക്കുകയാണ്. പ്രസിഡന്റ് PK അബൂബക്കർ ഹാജി, ജനറൽ സെക്രട്ടറി EK മുഹമ്മദ് ഷാഫി, ട്രഷറർ M കുഞ്ഞുമൊയ്തീൻ, വൈസ് പ്രസിഡന്റുമാർ KP ഷംസുദ്ദീൻ, TT ഹരിദാസ്, P അബൂബക്കർ, B അഹമ്മദ്, സെക്രട്ടറിമാർ N സന്തോഷ്, K അബൂബക്കർ, KK അബ്ദുൽ ബഷീർ, KS അബ്ബാസ്. ഇത്രയും പേരടങ്ങുന്ന ഒരു ഭാരവാഹികളെയാണ് ഈ സംസ്ഥാന സമിതി തെരഞ്ഞെടുത്തത്. ഈ വിവരം ഇവിടെ അറിയിക്കുകയാണ്. നന്ദി, നമസ്കാരം.